ഗൈസ് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാം. ലൈറ്റൊക്കെ ഇന്ന് ഇതായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ 1-ാം തീയതി ഞാൻ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി അവിടെ ഒരു 3 BHK വില്ല എടുത്തു റെൻ്റലായിട്ട്. മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഈ പറയണ മഴ ഇതെല്ലാം ആയതുകൊണ്ട് ഈ മഴ സമയത്ത് എനിക്ക് ഇവിടുന്ന് ലൈവ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കാര്യങ്ങളും എല്ലാം ആക്സസിബിൾ ആയിട്ട് കുറച്ചും കൂടി എനിക്കുള്ളത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് മാറുവാണ്. എന്ന് വെച്ചാൽ വീക്കിലി ഒരു 4 ഡേയ്സ് ഞാൻ അവിടെ ആയിരിക്കും, 2 ഡേയ്സ് എൻ്റെ വീട്ടിലായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു 4 ഡേയ്സ് അവിടെയും 3 ഡേയ്സ് വീട്ടിലും എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. മമ്മിയും പപ്പയൊക്കെ ഇവിടെ ആയിരിക്കുമല്ലോ, അവർക്ക് ഫാമൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്തായാലും അതൊന്നും വിട്ട് വരില്ല. അവരുടെ ഒരു രീതി അതാണ്. മനസ്സിലായോ? എത്ര പറഞ്ഞാലും അതൊന്നും കളഞ്ഞിട്ട് വരത്തില്ല. അവർക്ക് പശു അതൊക്കെയാണ് സന്തോഷം. അപ്പോൾ എന്താ ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും എൻ്റെ വീട്ടിൽ ഫുള്ളി റൂം എക്യുപ്പൈഡാണ് ഗൈസ്, എല്ലാ റൂമും ഇതെല്ലാം. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ PC മാത്രം എറണാകുളത്ത് കൊണ്ടുപോകും. എറണാകുളത്ത് കൊണ്ടുപോയിട്ട് മറ്റേ PC ഞാൻ ഓൾറെഡി ക്ലീനൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ PC ഇരിക്കുന്നിടത്ത് വെക്കാൻ പോവാം. മനസ്സിലായി? ഇപ്പോൾ ഈ PC ഇരിക്കുന്നിടത്ത് വെക്കാൻ പോവാണ്. അപ്പം മാറി മാറി ഞാൻ രണ്ടിടത്തും നിന്ന് സ്ട്രീം ചെയ്യും. കഴിഞ്ഞ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ബോളി 1 റണ്ണിന് ഔട്ടായി പോയി. എന്നെ പരസ്പര സീരിയലില് സൂരജ് ചേട്ടൻ എൻ്റെ വിക്കറ്റ് എടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി നന്നായി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാ അമ്മമാരോടും അവിടെ വന്ന് സ്പാമും ചെയ്ത് എല്ലാവരും വിചാരിച്ച് ഞാനെന്തോ ഭയങ്കര ബാറ്റ്സ്മാനൊക്കെയാണ്, ഞാൻ മറ്റേ ഒരു 6 അടിക്കും എന്നൊക്കെ പറഞ്ഞ് നേരെ വന്ന് എൻ്റെ റിവീൽ ചെയ്യാത്ത 6 പാക്ക് റിവീലായി. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അപ്പോൾ ഈ വീക്ക് കിക്കില് മറ്റേ ഇതാണ്, ഒരു മെമ്പർഷിപ്പ് എടുത്താൽ 2 മെമ്പർഷിപ്പാ. ഈ ബൈ വൺ ഗെറ്റ് എന്താണ്. അപ്പൊ എന്താ പറയാ, എനിക്ക് മര്യാദ ഗൈസ്, ഞാൻ ചാറ്റൊക്കെ കണ്ട് ഞാൻ പാനിക്കായി പോയി ഗൈസ്. സത്യം പറഞ്ഞ ഞാൻ ചാറ്റൊക്കെ കണ്ട്, നിങ്ങളുടെ ചാറ്റൊക്കെ കണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷയിലൊക്കെ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. ഞാൻ നേരെ ഒന്ന് കണ്ടുപൂട്ടി ഒറ്റ വീശ്, പുറകിൽ സൗണ്ട് കേട്ട് കുറ്റി തെറിക്കുന്നത്. അപ്പൊ തന്നെ കയറി പറ തിരിഞ്ഞു പോലും നോക്കിയില്ലേ? മനസ്സിലായ? അപ്പൊ തന്നെ ഇനി 3 മാച്ച് ഉണ്ട് കേട്ടോ. ഇനി 4, 5, 6 3 മാച്ച് ഉണ്ട്. അപ്പൊ ബാക്കി ഞാൻ മര്യാദക്ക് കളിക്കാൻ നോക്കാം. മനസ്സിലായോ? എടാ നിങ്ങളൊന്ന് ഇത് പറയല്ലേടാ. ഫിഫി താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഗബ്രിയേൽ മാത്രമല്ല ഗൈസ്, നിങ്ങൾ അതിനകത്ത് നമ്മുടെ കൂട്ടത്തില് ഗബ്രിയേൽ ബ്രോ ഒന്ന് മറ്റേ അവനെ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഷിയാസ് ബ്രോ അറിഞ്ഞൂടെ? ഷിയാസ് ബ്രോ കിട്ടില്ല ഗൈസ്. ഞാൻ വേറെ ആരോട് പറയാം, എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് കളിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ സീക്രട്ട് ഏജന്റ് ഇല്ലേ പുള്ളി, സീക്രട്ട് ഏജന്റ് മറ്റേ ബിഗ് ബോസിൽ എല്ലാവരുടെയും കൂടെ മറ്റേ ക്രിക്കറ്റ് കൊട്ടി കളിക്കണേ എന്നൊക്കെ വെച്ചിട്ട് പുള്ളി കിടിലം ബാറ്റ്സ്മാനും കിടിലം ബോളറോ ഗൈസ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, കിടിലം കളിയാ. ഞാൻ വെറുതെ പറയണല്ല, പുള്ളി കിടിലം കളിയാ. പിന്നെ നമ്മുടെ ഇതിനകത്ത് മുട്ടയില്ലേ അവൻ, പുള്ളിയും അടിപൊളിയാണ്. പുള്ളി ഇജാതി കീപ്പർ. ഇനിയിപ്പോ ഒരു ചിന്ന ചാർലി ബ്രോ ഇവരൊക്കെയാണല്ലോ. അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ടീമുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്. അപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ടീമും കൂടി കഴിഞ്ഞ ദിവസം ഫോം ആയി. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് മാച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മാച്ചസ് ഒക്കെ കളിക്കാനും കൂടിയാണ് എറണാകുളത്ത് നിന്ന. അതും കൂടി എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്കിത് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര പ്ലെയർ ഒന്നും അല്ല കൈ, സത്യം പറഞ്ഞാൽ എനിക്കിത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ക്രിക്കറ്റ് വീഡിയോസൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം എത്രയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫുട്ബോൾ എങ്ങനെയാണ് അതുപോലെ ക്രിക്കറ്റ്, അല്ലാതെ മറ്റേ വലിയ കളിക്കാരനായിട്ട് കളിക്കാൻ പോകണമെന്നല്ല. നോർമലി എല്ലാവരും നമ്മുടെ ഇതിനകത്ത് ഇടയ്ക്കുള്ള ഇതിൻ്റെ ഇടയ്ക്കേ പറയാതിരിക്കാൻ വയ്യ. പരിപാടിക്ക് മഞ്ഞക്കുയിൽ, നീലക്കുയിൽ, പിന്നെ ഇന്ത്യ ഗാലറി, പാകിസ്ഥാൻ ഗാലറി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന്, ഞാൻ മുഖത്ത് മറ്റേ സൺസ്ക്രീനൊക്കെ തേച്ച് ഞാൻ ഇറങ്ങി വന്ന് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയില്ലേ. കഥകളിക്കൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്നത് പോലെ. എൻ്റെ അമ്മു ഇതൊക്കെ ഇട്ടാണ് ആൾക്കാർ. എടാ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം തന്നു, ഞാൻ ഇങ്ങനെ കൈ തേച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ മൊത്തത്തിൽ പെരട്ടി കണ്ണാടി ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. എന്തിനു ചെയ്യാൻ പറ്റും? ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, വെളിയിൽ നീലക്കുയിലും പച്ചക്കുയിലും എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളെ ജയിച്ച നമ്മൾ ഫസ്റ്റ് കളി ജയിച്ച് CCL ടീമിനെ നമ്മൾ തോപ്പിച്ചു ആക്ച്വലി. എന്നിട്ട് നേരെ വെളിയിലിറങ്ങി വന്നപ്പോൾ പുള്ളി ഞങ്ങൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നെറ്റ്സിൽ 2-3 ബോൾ എറിഞ്ഞു തന്നു. ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 2-3 പുള്ളി അത്
മറ്റേ നെഞ്ചിലേ നെഞ്ചിലേ എന്നൊക്കെ പറഞ്ഞ മറ്റേ ക്രിക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പുള്ളിയുടെ അത് പോസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോ 7 ലക്ഷം വ്യൂസ്. കമന്റിനകത്തൊക്കെ തള്ളക്കി വിളി തന്തക്കി വിളി. ഇവരെ വല്ല വീട്ടിലിരുന്ന് തൊലിച്ചോണ്ടിരുന്നാ പോരെ, അവന് ബാറ്റ് പിടിക്കാൻ അറിഞ്ഞൂടാ. എന്തൊക്കെയാണോ അതിന്റെ കമന്റ് സെക്ഷനൊക്കെ കണ്ട് ജീവിതം വെറുത്തു പോയി. ഞാൻ നിങ്ങളെ കണ്ടക്കി ഒന്ന് എടുത്ത് നോക്കാം. അന്നത്തോടെ ഞാൻ അന്ന് ഒരു ബാറ്റൊക്കെ മേടിച്ചാൽ കേട്ടോ, ഇനി കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഗുളികം കയറിയ സമയത്ത് ഒരു അച്ചിപ്പട്ടിയെ വ്ളോഗ് എടുക്കാടാ, നിനക്കൊരു കണ്ടന്റ് ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡ്രീമർ ഫുണ്ടച്ചിയെ ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയി. ഞാൻ ഔട്ടായി തിരിച്ച് മുഖം കഴുകി തിരിച്ചു വന്നപ്പം എൻ്റെ AP പാഡ് എടുത്ത് ഞാൻ സാമാനത്തിൽ വെക്കുന്ന സാധനം എടുത്ത് നമ്മുടെ ട്യൂബോർക്ക് മുഖത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു, ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ മാസ്ക് അല്ലേ അതൊക്കെ വെച്ചിരിക്കണം അവിടെ. അതൊക്കെ വേണം അങ്ങനെ. ഞാൻ അബദ്ധത്തിൽ വിളിച്ചു പോയതാ. എന്നെ അവിടെ ഇട്ട് നാറ്റിക്കാൻ ഇനി വേറെ ഒന്നുമില്ല. ഇനി ഞാൻ വിളിക്കൂല ഇവനെയൊന്നും ഞാൻ വിളിക്കുകയേ ഇല്ല. ബ്രോ താങ്ക് യു സോ മച്ച് 5 വീക്കിൽ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് സസ്പെൻഡഡ് ആണോ? സസ്പെൻഡഡ് ആയിരുന്നു, സസ്പെൻഷൻ മാറിയെന്ന് പറഞ്ഞു. ബ്രോ വെൽക്കം ടു സ്ട്രീം, താങ്ക് യു സോ മച്ച്. സസ്പെൻഡഡ് ആയിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇനി സസ്പെൻഷൻ മാറിയെന്ന് തോന്നുന്നു കേട്ടാ, സസ്പെൻഷൻ മാറിയെന്ന് തോന്നുന്നു.